ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നാം തീയതി ആയിട്ടൊന്ന് പുറത്തിറങ്ങിയൊക്കെയാണ്. രാവിലെ 9 മണി ആയിട്ടുള്ളൂ. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോർഫക്കാൻ എത്തിയപ്പോൾ ക്ലൈമറ്റും മാറി. നമ്മുടെ നാട്ടിൽ വാട് തിരിച്ച് മഴ പെയ്യണ കൂട്ടാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കോർഫക്കാൻ ബീച്ചിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ആംഫി തിയേറ്ററിനോട് ചേർന്നിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കാണാനാണ് വന്നിരിക്കുന്നത്. രാവിലെ ആയിട്ടുള്ളൂ. ഈ ടൈമിലും ഒത്തിരി പേര് ഇവിടെ ഈ വാട്ടർഫാൾ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഒറിജിനാലിറ്റി ഒട്ടും കുറയാതെ വളരെ മനോഹരമായിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആംഫി തിയേറ്ററിൻ്റെ നൈറ്റ് വ്യൂ വളരെ മനോഹരമാണെന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പിന്നീട് ഒരു ദിവസം വരാം. ആ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റാണ്. അതിന് മുകളിലൂടെയാണ് ഈ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇനി ഇവിടെ നിന്ന് തിരിക്കാം. കോർഫക്കാനിൽ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മദ ഒമാൻ റൂട്ടിലാണ്. ഈ പള്ളിയും അതിനോട് ചേർന്നുള്ള ആ ഷോപ്പും ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അതിന് തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഈ ഷോപ്പിൽ ചോദിച്ചപ്പോഴാണ് നമുക്ക് വഴി കറക്റ്റ് മനസ്സിലായത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാൻഡ്മാർക്ക്. റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ട്രെയിറ്റ് റോഡാണ്. റോഡെന്ന് പറയാനില്ല, നമ്മൾ നാട്ടിൻപുറത്ത് എത്തിയൊരു ഫീലാണ്. ഇപ്പം നാട്ടിൻപുറത്തും ഇല്ല ഇങ്ങനത്തെ വഴികളൊന്നും, ഫുൾ ടാറിട്ട റോഡായില്ലേ. പക്ഷെ എന്താ പറയുക, ശരിക്കും ഒരു അടിപൊളി ഫീലായിരുന്നു. റോഡിന് ഇരുവശവും ഫുൾ തോട്ടങ്ങളാണ് കേട്ടോ. മാവും പേരയും ബദാംകായും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ തെങ്ങിന് പകരം ഇവിടെ പനയാണെന്നുള്ളൂ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. നമ്മൾ ഈ ആൽമരം കാണാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് ആൽമരം, ആർക്കും ഒരു വിലയില്ല. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ദുബായിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നേക്കണം ഒമാൻ വരെ ഈ ആൽമരം കാണാനായിട്ട്. നമ്മൾ കൂടാതെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് ഇവിടെ. അവർ മാരേജ് കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദുബായിൽ നിന്നിട്ട്. അപ്പോൾ യു എയിലുള്ള ആർക്കെങ്കിലും ആൽത്തറയിലിരിക്കാൻ മോഹം തോന്നുന്നെങ്കിൽ നാട്ടിൽ പോകണമെന്നില്ല, നേരെ ഇങ്ങോട്ട് പോന്നോളൂ. ആൽത്തറയിൽ ഇരിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് ആൽമരത്തിൽ ഊഞ്ഞാലാടുകയും ചെയ്യാം. ഇതുപോലൊക്കെ ഒന്ന് തൂങ്ങി ആടണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. സയ അങ്ങനെ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ ആടാൻ പഠിച്ചു. ഇവിടെ ചുറ്റും ഒരുപാട് തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ചാല് കീറി
തെങ്ങിനും വാഴക്കൊക്കെ വെള്ളം നനക്കാൻ സെറ്റ് ചെയ്തേക്കണ കൂട്ടാണ് ഇവിടെ ചാല് കീറി വെച്ചേക്കണത്. ചാല് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല അടിപൊളി ഫീലായിരുന്നു. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. മാളിലും പാർക്കിലും ബീച്ചിലും പോണേലും അധികം അവർ കളിച്ച് എൻജോയ് ചെയ്തു. അവർക്കും നമുക്കും ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. ഈ കൊറോണയുടെ ക്രൂഷ്യൽ സമയത്ത് നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത്. എല്ലാവർക്കും ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും തിരിക്കുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഇന്നത്തെ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കണ്ട 2 സ്ഥലങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബാക്കി സ്ഥലങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.